ഏവർക്കും സ്നേഹവന്ദനം. ഈസ്റ്റർ കഴിഞ്ഞു. ഈസ്റ്ററിന്റെ ബാക്കി പത്രം നമ്മൾ കേൾക്കാതെ പോകാൻ സാധിക്കില്ലല്ലോ. മതേതരത്വ രാജ്യത്ത് ഏത് വിശ്വാസം സ്വീകരിക്കുവാനും ആരിൽ ആശ്രയിക്കുവാനും ആരോട് പ്രാർത്ഥിക്കുവാനും എവിടെ കൂടുവാനും ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എല്ലാ ജനതകളും അന്യോന്യം സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ പങ്കിടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ സംഘപരിവാർ കുടുംബാംഗങ്ങൾ പലരും ക്രൈസ്തവ സഭകളിലെ മേലധ്യക്ഷന്മാരെയും അധ്യക്ഷന്മാരെയും ഒക്കെ കാണുകയും സൗഹാർദ്ദങ്ങൾ പങ്കിടുകയും ക്രൈസ്തവ സഭയുടെ വാക്താക്കളായി പലപ്പോഴും മുന്നോട്ട് വരികയൊക്കെ ചെയ്യുന്നത് നല്ല കാഴ്ചകൾ തന്നെയാണ്. മാത്രവുമല്ല, നമ്മുടെ രാജ്യത്തിലെ മതേതരത്വ കാഴ്ചപ്പാടിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുവാൻ തൊക്കെയാണ് ക്രൈസ്തവ സഭകളെ കൂട്ടുപിടിക്കുന്നതും ഏറ്റവും ഉചിതമായ കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഈസ്റ്ററിന്റെ നാളിൽ ഗുജറാത്തിൽ സംഭവിച്ചതായ ഒരു പ്രശ്നം മാത്രമേ നമ്മുടെ കേരളത്തിൽ മുഖ്യധാര പത്രങ്ങളും അല്ലെങ്കിൽ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്തു. എന്നാൽ അതുകൂടാതെ മറ്റു പല സ്ഥലങ്ങളിലും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതൊന്നും തന്നെ പുതുമയല്ലാത്തതുകൊണ്ടും അതൊന്നും തന്നെ ആളുകൾക്ക് വലിയൊരു വാർത്തയല്ലാത്തതുകൊണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രം. ക്രൈസ്തവ സഭ എക്കാലത്തും പീഡനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഉദ്ധാനം തന്നെ പീഡനത്തിന്റെ പരിണത ഫലമാണ് എന്നുള്ളത് മറന്നു പോകരുത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സർവ്വ ജനത്തിനും വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സംഘപരിവാറിലെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും കൂടെ ക്രൂശിതനായിട്ടുള്ള ആ കർത്താവ് മരിച്ചു, അടക്കം ചെയ്യപ്പെട്ട് മൂന്നാം നാൾ മരണത്തെയും പാതാളത്തെയും തകർത്തുയർത്തെഴുന്നേറ്റു എന്നുള്ള വലിയ സത്യം നിലനിൽക്കെ ആ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്ന, ഉദ്ധാനം ചെയ്ത കർത്താവിനെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന സമൂഹത്തിലേക്ക് ദണ്ഡുമായും വടിവാളുമായിട്ടൊക്കെ ആളുകൾ കയറി ചെല്ലുകയും ഭീഷണിപ്പെടുത്തുകയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പതിവ് കാഴ്ചയായിട്ട് നമ്മുടെ ഭാരതത്തിൽ മാറിയിരിക്കുക. ഗുജറാത്തിൽ നിന്നാണല്ലോ നമ്മുടെ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രിയും നമ്മളൊക്കെ ആദരിക്കുന്ന അമിത്ഷാജിയും ഒക്കെ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ നേതൃനിരയിൽ നിൽക്കുന്നത്. അവരാണല്ലോ നമ്മളെ ഭരിക്കുന്നത്. അവരുടെ നാട്ടിൽ അഹമ്മദാബാദിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച സംഭവിച്ച വലിയ സംഭവം ഇവിടെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി. നമ്മള് ഒരു സ്ഥലത്ത് കേക്കുമായിട്ടും മധുര പലഹാരങ്ങളുമായിട്ടും മധുര വാക്കുകളുമായിട്ടൊക്കെ ക്രൈസ്തവരെ താലോലിക്കാനായിട്ട് നടക്കുമ്പോൾ അപ്പോൾ തന്നെ ചില ആളുകളുടെയൊക്കെ അധരങ്ങളിൽ നിന്ന് അറിയാതെ ചില വിഷവിത്തുകളൊക്കെ വീഴുന്നു എന്നുള്ളതും വളരെ ആശ്ചര്യകരം തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ കേരളത്തിലെ സംഘപരിവാരങ്ങളെല്ലാം കൂടെ യോജിപ്പിച്ച് നിർത്തുന്ന ഒരു ബഹുമാനിയായിട്ടുള്ള ടീച്ചറുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ ടീച്ചറിന് കേൾക്കുമ്പോൾ തന്നെ അവരെ മനസ്സിലേക്ക് വരും. ഞാൻ ആദരിക്കുന്ന ഒരു വനിതയാണ്. ആ വന്ധ്യവനിത മദർ തെരേസയെ പണ്ട് കള്ളി എന്ന് വിളിച്ചു. അതിനുശേഷം ഇതുവരെ അവർ അതിനെക്കുറിച്ചൊരു അനുതാപ വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. എന്നാൽ കൂടെ അവരുടെ ഉള്ളിൽ പലപ്പോഴും ഉരുവാക്കപ്പെടുന്നതായിട്ടുള്ള വിഷം പുറത്തേക്ക് വമിക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്തും അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. എത്രമാത്രം നമ്മൾ അടക്കി വെക്കാൻ ശ്രമിച്ചാലും ഉള്ളിലുള്ളത് പുറത്തേക്ക് വരുമല്ലോ. തിരുവചനത്തിലൊരു വാക്യമുണ്ട്, ഹൃദയം നിറഞ്ഞു കവിയുന്ന അത്ര വായ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ എന്താണോ ഇരിക്കുന്നത് അത് ചിലപ്പോഴൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ ടീച്ചറും ഇടയ്ക്കിടയ്ക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉച്ചസ്ഥരം പറയാറുണ്ട്. അത് കേൾക്കുന്ന ആളുകളൊക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കാറുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഗുജറാത്തിൽ സംഭവിച്ചതായിട്ടുള്ള ആ വലിയ വിപത്ത് അതൊരു നാന്ദി മാത്രമൊന്നും അല്ലല്ലോ, ഒരു ആരംഭം മാത്രമല്ല. ഒരുപക്ഷെ അതൊരു അവസാനമാകണമെന്ന് നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നുണ്ട്. ഒരൊറ്റ കാര്യമേ ചെയ്യേണ്ടിയുള്ളൂ. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വാക്താക്കളായി തീർന്നിരിക്കുന്ന സംഘപരിവാർ അംഗങ്ങളോട് എനിക്ക് ഒരൊറ്റ റിക്വസ്റ്റേ പറയാനായിട്ടുള്ളൂ. നിങ്ങളൊക്കെയും ഏറ്റവും അധികം ആദരിക്കുന്നതായിട്ടുള്ള, നമ്മളൊക്കെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നതായിട്ടുള്ള നമ്മുടെ അമിത്ഷാജി ആണല്ലോ ആഭ്യന്തര മന്ത്രി. ആ അമിത്ഷാജി ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ പോരെ, ന്യൂനപക്ഷങ്ങളെ, ക്രൈസ്തവ സമൂഹത്തെ പീഡിപ്പിക്കാൻ പാടില്ല. അവർക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അവർക്കും എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല, അവർക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അവര് നമ്മുടെ ദേശീയതയുടെ ഭാഗമാണ്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. ഒരു വാക്ക് സംഘപരിവാർ അംഗങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർ ഉപദ്രവിക്കുമോ? അതുകൊണ്ട് ഇവിടെ സംഘപരിവാർ സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് അതിലേക്ക് ചേക്കേറിയിരിക്കുന്ന ആളുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, നിങ്ങൾക്ക് ഒരല്പമെങ്കിലും സ്നേഹം ക്രൈസ്തവ സമൂഹത്തോടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണിത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത്ഷാജിയെ കാണുക, അദ്ദേഹത്തോട് പറയുക, ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹത്തെ പീഡിപ്പിക്കുന്നത് ശരിയല്ല. അങ്ങനെ പീഡിപ്പിക്കുന്ന ആരാണെങ്കിലും അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കും എന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുമോ എന്നൊന്ന് ചോദിച്ചു നോക്ക്. രണ്ടാമത്തെ കാര്യം, ഗുജറാത്തിലെ അഹമ്മദാബാദിലുണ്ടായ ഈ ഞായറാഴ്ചത്തെ പെന്തക്കോസ്ത സഭയിലെ ആക്രമണം
ആ ആക്രമണത്തെ സംബന്ധിച്ച് അഹമ്മദാബാദിലെ പോലീസ് പറയുന്നത് അവിടെ ഉപദ്രവം ഉണ്ടാക്കാൻ ചെന്നവർക്കെതിരെ പോലീസ് കേസ് വന്നപ്പോൾ അല്ലെങ്കിൽ പോലീസിൽ പരാതി വന്നപ്പോൾ ആ ഉപദ്രവം ഉണ്ടാക്കാൻ പോയ ആളുകൾ തന്നെ പരാതി കൊടുത്തിരിക്കുന്നു. എന്താ പരാതി എന്ന് അറിയണ്ടേ? മതപരിവർത്തനം നടത്തുന്നുവെന്ന്. കേരളത്തിലെ ഇന്ത്യയിലെ ജനതയ്ക്ക് മതം വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും മതം ഉപേക്ഷിക്കാനും ആശ്ലേഷിക്കാനും ഒക്കെയുള്ള അധികാരവും അംഗീകാരവും നമ്മുടെ ഭരണഘടന തരുന്നുണ്ട് സാർമാരെ. അത് നിങ്ങൾ മറന്നു പോകരുത്. സാർമാരുടെ വിചാരം ക്രൈസ്തവ സഭ എക്കാലവും ഇങ്ങനെ ഒരേ കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കണം എന്നുള്ളതാണെങ്കിൽ അങ്ങനെയല്ല. ക്രൈസ്തവ സഭ വളർന്നുകൊണ്ടേയിരിക്കും. അതിനകത്ത് ആളുകൾ വിശ്വാസത്തിലേക്ക്, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കാനായിട്ട് വരുന്നു. അവർ കൂടോത്രത്തിനും മന്ത്രവാദത്തിനും അല്ലല്ലോ പോകുന്നത്. അവർ ശത്രുസംഹാരം നടത്താനായിട്ടല്ലല്ലോ പോകുന്നത്. അവർ ശൂലവും ദണ്ഡും എടുത്തുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കാനല്ലല്ലോ സുഹൃത്തുക്കളെ പോകുന്നത്. അവർ ഈ നാടിനു വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർ ഈ നാട്ടിലെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഈ രാജ്യത്ത് ക്രൈസ്തവ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺട്രിബ്യൂഷൻ, സംഭാവനകൾ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അമിത്ഷാജി അങ്ങ് അറിയണം, ഹിന്ദി ഭാഷ മഹാരാഷ്ട്രയിലൊക്കെ ഇപ്പോൾ അതൊരു വലിയ ചർച്ചയായിട്ട് വരികയാണല്ലോ. മറ്റൊരു ഭാഷയായിട്ട് ഹിന്ദി ഭാഷയെ പ്രചരിപ്പിക്കുക മാത്രമല്ല അത് ദേശീയ ഭാഷയായിട്ട് വരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഈ ദേശീയ ഭാഷയായിരിക്കുന്ന ഹിന്ദി ഭാഷ പോലും ക്രൈസ്തവ മിഷണറിമാർ നമുക്കുണ്ടാക്കി തന്നതുകൊണ്ടാണ് നമുക്ക് ആ ഹിന്ദി ഭാഷയെ ആശ്ലേഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ക്രൈസ്തവ സമൂഹം എക്കാലത്തും നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള നന്മകൾ മാത്രമേ ഉള്ളൂ. ഒരിക്കലും തിന്മ ചെയ്യുന്നവരല്ല. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്നവരാണ്. കൃത്യമായി അവർ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ഇംഗത്തിൻ്റെ അതിൻ്റെ ടാക്സും മറ്റുമൊക്കെ അടയ്ക്കുന്നവരാണ്. അങ്ങനെയുള്ള ആ സമൂഹത്തെ നിങ്ങൾ തെരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കാനായിട്ട് പോകാതിരിക്കാൻ കഴിയുമോ? അതാണ് നിങ്ങൾക്ക് തരുവാൻ കഴിയുന്ന ഏറ്റവും നല്ല ഈസ്റ്റർ സമ്മാനങ്ങളും ഇനിയും അടുത്ത ഡിസംബർ വരുമ്പോൾ ക്രിസ്മസ് സമ്മാനമൊക്കെ. അത് മറന്നു പോകരുത്. ഈസ്റ്റർ ഉയർപ്പിൻ്റെ ദിനമാണ്. യേശു കർത്താവ് കഠിനമായ വേദനകളിലൂടെയും മരണത്തിലൂടെയും കടന്നു പോയതിനു ശേഷം മരണത്തെ തകർത്ത് ഉയർത്തെഴുന്നേറ്റതാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയെ കൊന്നൊടുക്കാമെന്ന് വിചാരിക്കുന്ന, ഉപദ്രവിച്ചില്ലായ്മ ചെയ്യാമെന്ന് വിചാരിക്കുന്ന എല്ലാ സംഘപരിവാർ കുടുംബാംഗങ്ങളോടും പറയട്ടെ, ഈ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ഉപദ്രവിക്കുമോ അത്രത്തോളം നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പോലും, ഒരുപക്ഷെ നിങ്ങളും നാളുകളിൽ ഇതിൻ്റെ ഭാഗവാക്കായി തീരും എന്നതിന് യാതൊരു സംശയമില്ല. കാരണം ഇത് മനുഷ്യരുടെ പ്രവൃത്തിയല്ല, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ആ ഗുജറാത്തിൽ സംഭവിച്ച അഹമ്മദാബാദിലെ ആ സംഭവം ഒന്ന് കണ്ടു നോക്കുക. താങ്ക് യു വെരി മച്ച്. फोन कर हिंदू છે સાઈડમાં જાઓ. આ બે હિન્દુ લાગે છે, કોઈ નહીં હિન્દુ છે, જોવાથી ખબર પડે. સાડી વાળી જીતને હિન્દુઓ સબ સાઈડ में आ जाओ. સિંદૂર તિલક ને માથે ઓઢવાની પ્રથા હિન્દુમાં જ છે, બીજા કોઈ ક્રિશ્ચિયનમાં નહીં.